ഹലോ ഗൈസ്, അപ്പോൾ ഒരു കൊല്ലത്തെ നീറ്റ് എക്സാമിനേഷൻ കൂടി കഴിഞ്ഞു. നീറ്റ് 2022 കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും നീറ്റ് 2023 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മൾ ഈ സ്റ്റാർട്ടിങ് ടൈമിലാണ് നമ്മൾ മാക്സിമം ഫോഴ്സോടുകൂടി പ്രിപ്പയർ ചെയ്യുക, അല്ലേ? അപ്പോൾ നീറ്റ് 2023ക്ക് പ്രിപ്പറേഷൻ്റെ ടൈമിൽ കെമിസ്ട്രിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നീറ്റ് 2023 നമ്മുടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും ടാർഗറ്റാണ്, അല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ ഈ ഒരു ട്രെൻഡ് വെച്ച് നമുക്ക് വളരെ നല്ല സ്കോർ വേണം. പണ്ടത്തെ പോലെയൊന്നുമല്ല, വളരെ നല്ല സ്കോർ വേണം. എക്സാം പേപ്പർ അതിനനുസരിച്ച് എളുപ്പമാണ്. ഇപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓക്കെ ചോദ്യം ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിടാനൊന്നും പറ്റില്ല. എല്ലാ ചാപ്റ്ററും കവർ ചെയ്തെത്തേണ്ടത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ മറക്കാൻ പോലും പറ്റാത്ത, നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ലാത്തൊരു ചാപ്റ്ററാണ് നമ്മുടെ ഈ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ഈ പേര് പറയുന്ന പോലെ തന്നെ ഈ ചാപ്റ്റർ ഇല്ലാതെ നിങ്ങളുടെ ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ആയാലും ചിലപ്പോൾ ചില ഓർഗാനിക് കെമിസ്ട്രിയിലെ ചോദ്യങ്ങളായാലും എവിടെ വേണമെങ്കിലും ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഫിസിക്കൽ കെമിസ്ട്രി, സെക്കൻഡ് ഇയറിലെ ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ ചില്ലാണ്. ഇതറിയാണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹാർഡ് വർക്കിനെക്കാട്ടിലും ഞാൻ പറയുക കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് വർക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ കവർ ചെയ്തൊന്ന് ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ചെറിയൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ലോസ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആവാം, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആവാം, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആവാം, പിന്നെ അവോഗാഡ്രോസ് ലോ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ലോസ് എല്ലാം നിങ്ങൾ വളരെ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് ചെയ്ത് നിങ്ങൾ എവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരിക? അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങളിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില റിയാക്ഷൻ, ഫോർ എക്സാമ്പിൾ ഒരു A+B ഗിവ് C എന്ന് പറഞ്ഞിട്ടൊരു റിയാക്ഷനിൽ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ A എടുത്തിരിക്കുന്നത് 8 ഗ്രാമാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുന്നത് 12 ഗ്രാമാണ് എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ ചിലപ്പോൾ ചോദ്യത്തിലുണ്ടാവും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ റിയാക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിയുടെ മാസ് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് അറിയുന്ന ആൾക്ക് എപ്പോഴും അറിയാം എന്താ, മാസിന് ഒരിക്കലും നമുക്ക് നശിപ്പിക്കാനോ ഉണ്ടാക്കാനോ പറ്റില്ല. ഇപ്പോൾ ഇവിടെ 12 ഗ്രാമാണെന്നുണ്ടെങ്കിൽ ഇത് 4 ഗ്രാം ആയിരിക്കണം. കാരണം അത് രണ്ട് എപ്പോഴും റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും മാസ് ഈക്വലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ വിസിബിളി തന്നിട്ടില്ലെങ്കിലും അവിടെ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത്. അപ്പോൾ അവിടെയാണ് ആ ബേസിക് ലോസിൻ്റെ എല്ലാം സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പോൾ ബേസിക് ലോസ് എല്ലാം തറവാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് മോൾസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു സാധനം മോളിൽ തന്നു കഴിഞ്ഞാൽ അതിനെ വോള്യം ആക്കാനും അതിനെ മാസ് ആക്കാനും അതിനെ എന്താ പറയുക, എന്ത് രീതിയിൽ കൺവേർട്ട് ചെയ്യാനും, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആക്കാനും, നമ്പർ ഓഫ് ആറ്റംസ് ആക്കാനും, നമ്പർ ഓഫ് ഗ്രാം മോൾസ് ആക്കാനും, ഗ്രാം ആറ്റംസ് ആക്കാനും, ഒരു സാധനത്തിനെ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വേണമെങ്കിലും പരസ്പരം ഇൻ്റർ കൺവേർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് 11.2 ലിറ്റേഴ്സ് ഓഫ് ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസോൺ O3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 11.2 ലിറ്റേഴ്സ് ഓഫ് ഓസോൺ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് 11.2 by 22.4 ആയത് ഹാഫ് മോൾസ് ഓസോൺ ആണ്. ഒരു മോൾ ഓസോൺ 48 ഗ്രാമാണ്. ഹാഫ് മോൾ ഓസോൺസ് എന്ന് പറയുമ്പോൾ അപ്പോൾ 24 ഗ്രാം ആയിരിക്കും, അല്ലേ? ഇപ്പോൾ ഒരു മോളിൽ അവോഗാഡ്രോ നമ്പർ ഉണ്ട്, ഹാഫ് മോളിൽ അവോഗാഡ്രോ നമ്പർ by 2 ഉണ്ട്. ഓസോൺ മോളിക്യൂൾസ് ഉണ്ട്, ഇൻറ്റു 3 ഓസോൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളിവിടെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരുന്നല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 11.2 ലിറ്റേഴ്സ് ഓഫ് ഓസോൺ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മോളാക്കാനും ഗ്രാം ആക്കാനും ആറ്റംസ് ആക്കാനും മോളിക്യൂൾ ആക്കാനുള്ള ഈ കംപ്ലീറ്റ് വിവരം നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ട കാര്യം ആ മോൾ കോൺസെപ്റ്റ് ആണ്. പേര് പോലെ തന്നെ ആ മോൾ കോൺസെപ്റ്റ് നിങ്ങൾ റെഡിയാക്കി എടുക്കണം കേട്ടോ. അത് കൂടുതൽ പ്രാക്ടീസോടുകൂടെ മാത്രമേ വരുള്ളൂ. മാക്സിമം നമ്പർ ഓഫ് ചോദ്യം ചെയ്യാതെ കുറേ തിയറി മാത്രം വായിച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല.
പിന്നെ ഒരു റിയാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എത്ര, റിയാക്റ്റൻ്റ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് ഐഡിയ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മറ്റേ ലിമിറ്റിംഗ് റിയേജൻ്റെ കോൺസെപ്റ്റ് ഒക്കെ വരുന്നത്. ലിമിറ്റിംഗ് റിയേജൻ്റെ കോൺസെപ്റ്റ് ഒക്കെ വരുന്നത്. ആദ്യം ഏത് റിയേജൻ്റാണ് തീർന്നു പോകുന്നത്, ആ റിയേജൻ്റാണ് എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റ് കണ്ടുപിടിക്കാനും അത് വെച്ച് ചോദ്യങ്ങൾ ചെയ്യാനും, ഇപ്പോൾ ഇന്ന എ റിയാക്റ്റൻ്റ് ഇത്ര ഗ്രാംസ് ആണെങ്കിൽ ബി റിയാക്റ്റൻ്റ് എത്ര ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാനും അതിന് നിങ്ങൾക്ക് മോൾസിൻ്റെ ഐഡിയയും വേണം, അതുപോലെ റിയാക്ഷൻസിൻ്റെ ഐഡിയയും വേണം. അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ ടേംസ് ആയിട്ട് നിങ്ങൾ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പഠിക്കും. നമ്മുടെ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, നോർമാലിറ്റി, മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നിങ്ങളുടെ ഫിംഗർ ടിപ്സിലായിരിക്കണം. പിന്നെ ഒരു ആറ്റം തന്ന് അതിൻ്റെ എന്താ പറയുക, കാർബൺ ഇത്ര പെർസെൻറ്റേജ് ആണ്, ഓക്സിജൻ ഇത്ര പെർസെൻറ്റേജ് ആണ്, നൈട്രജൻ ഇത്ര പെർസെൻറ്റേജ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് എംപെരിക്കലും മോളിക്കുലർ ഫോമുല കണ്ടുപിടിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഫിസിക്സിൽ നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ടെങ്കിലും എഗെയിൻ ദർ ക്യാൻ ബി എന്താ പറയുക മിക്സിങ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങളിത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, നിങ്ങളുടെ കൈനറ്റിക്സ്, നിങ്ങളുടെ സൊല്യൂഷൻസ്, നിങ്ങളുടെ ഇലക്ട്രോ കെമിസ്ട്രി, അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ പോകുന്ന എല്ലാ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്ററിൻ്റെയും റിഡോക്സ് എല്ലാത്തിൻ്റെയും വളരെ ബേസിക് ആയിട്ടുള്ള ഫോം ചെയ്യുന്ന ചാപ്റ്ററാണ് ഈ മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മൾ എങ്ങനെ മാസ്റ്റർ ചെയ്യും? ഈ ചാപ്റ്റർ മാസ്റ്റർ ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ മക്കളെ. ഫിസിക്കൽ കെമിസ്ട്രി മാസ്റ്റർ ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ദാറ്റ് ഈസ് പ്രാക്ടീസ്, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം നമ്പർ ഓഫ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 100 ചോദ്യം പ്രാക്ടീസ് ചെയ്തു, ഈ 100 ചോദ്യത്തിൽ നിങ്ങളുടെ 90 ചോദ്യം തെറ്റിയാലും കുഴപ്പമില്ല. നിങ്ങൾ ഈ ചോദ്യം ഒരിക്കലും ഇനി എക്സാമിന് തെറ്റിക്കാൻ പോകുന്നില്ല. ആ ഒരു വ്യൂ പോയിൻറ്റോടുകൂടി മടുക്കാതെ മാക്സിമം നമ്പർ ഓഫ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി 90 ചോദ്യങ്ങൾ നിങ്ങളുടെ തെറ്റി, നിങ്ങളതവിടെ വിട്ടിട്ട് അടുത്ത 10 ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. ഈ 90 ചോദ്യവും എവിടെയാണ് തെറ്റിയത്, എവിടെയാണ് എൻ്റെ കോൺസെപ്റ്റ് തെറ്റായിട്ടുള്ളത്, ആ കാര്യം മനസ്സിലാക്കുക, അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ദിസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി വേ ടു മേക്ക് ഷുവർ ഐദർ നിങ്ങളുടെ ഫിസിക്സ് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ മാത്തമാറ്റിക്സ് ഇൻവോൾവ് ചെയ്യുന്ന കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി ആയാലും ഇതിലുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തതാണെങ്കിൽ നിങ്ങൾ ഇക്കൊല്ലം നമ്മുടെ പിള്ളേർ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയതായാലും ഏതായാലും ദിസ് ഇസ് ദ ബെസ്റ്റ് വേ. പിന്നെ മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഒരു എക്സാമും പഠിച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യരുത്, എല്ലാം അറ്റൻഡ് ചെയ്യുക, വരുന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ്, മേക്ക് മിസ്റ്റേക്സ്, ക്ലിയർ യുവർ മിസ്റ്റേക്സ്. ദിസ് ഇസ് ദ റൈറ്റ് വേ ടു ഏസ് എനി ചാപ്റ്റർ, എസ്പെഷ്യലി ദിസ് ചാപ്റ്റർ, എസ്പെഷ്യലി മോൾ കോൺസെപ്റ്റ് പോലെയുള്ള ചാപ്റ്റർ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങൾ മാക്സിമം ക്ലാസ് കേൾക്കുക, ഫിസിക്കൽ കെമിസ്ട്രി ക്ലാസ് കേൾക്കുക. അപ്പോൾ നമ്മുടെ ഡോപ്പയുടെ ക്ലാസ്സുകളുണ്ട്, അവൈലബിൾ ആണ്, അത് കേൾക്കുക. അത് കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ഡൗട്ട്സ് ചോദിക്കുക, ആൻഡ് യു ക്യാൻ ഏസ് ദിസ് ചാപ്റ്റർ. പ്ലീസ് റിമെമ്പർ, ഈ ചാപ്റ്റർ ഇല്ലാതെ നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈമാണ്, മാക്സിമം എനർജി ഉള്ള ടൈമാണ്, മാക്സിമം എനർജിയോടുകൂടി തന്നെ ഈ ചാപ്റ്റർ പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റ് ആവും. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്.